ഡൈജഷന് സപ്പോർട്ട് ചെയ്യുന്ന പ്രോബയോട്ടിക് ബാക്ടീരിയ ഉപ്പുമാങ്ങയിലും ഉണ്ടെന്നറിഞ്ഞപ്പോൾ കുറച്ച് മാങ്ങ ഞാനും ഉപ്പിലിട്ടു. മാങ്ങ ഇല്ലാത്ത സീസണിൽ മിതമായിട്ട് ഉപയോഗിക്കാമല്ലോ. നമ്മുടെ മുൻ തലമുറക്കാർ ഇതൊന്നും അറിയാതെ തന്നെ എത്ര ഉൾക്കാഴ്ചയോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നു. പ്രോബയോട്ടിക് ബാക്ടീരിയ ഉപ്പിലിട്ട മാങ്ങയിൽ കൂടുതലായിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാനും ഇപ്രാവശ്യം കുറച്ച് മാങ്ങ ഉപ്പിലിട്ടു. അത് തയ്യാറാക്കാനായിട്ട് ഞാൻ ചെയ്തത്, ആദ്യം മാങ്ങയിൽ ഒഴിക്കാൻ ആവശ്യമായ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. കല്ലുപ്പുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഉപ്പിൻ്റെ അളവെന്ന് പറയുന്നത്, വെള്ളത്തിൽ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് അത് അലിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. കുറച്ച് ഉപ്പ് മുൻപോട്ട് നിൽക്കണം, കാരണം നമ്മൾ മാങ്ങ കൂടി അതിനകത്ത് ഇടുന്നല്ലോ. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് അതിൻ്റെ ചൂട് മാറാനായിട്ട് മാറ്റി വെക്കുക. അടുത്തായി മാങ്ങയെല്ലാം നല്ലവണ്ണം കഴുകിയിട്ട് അത് തുണി കൊണ്ട് തുടച്ച് അതും മാറ്റി വെക്കുക. മാങ്ങ ഇടാനായിട്ട് ക്ലീൻ ആക്കിയിട്ട് വെള്ളമയൊന്നും ഇല്ലാതെ ഉള്ള ഒരു ഗ്ലാസ് കുപ്പിയോ അല്ലെങ്കിൽ ഭരണിയോ എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തുടച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇടുക. അതിനുശേഷം ചൂട് പോയ ഉപ്പുവെള്ളം അഥവാ ബ്രൈൻ ഇതിലേക്ക് ഒഴിക്കുക. മാങ്ങ മുങ്ങി നിൽക്കത്തക്കവണ്ണം ഇതിനകത്തേക്ക് ഒഴിക്കണം. അതിനുശേഷം അടച്ചു വെക്കുക. എത്ര നാൾ ഈ രീതിയിൽ പൂപ്പലൊന്നും പിടിക്കാതെ ഇരിക്കുമെന്ന് നോക്കട്ടെ. പ്രോബയോട്ടിക് ബാക്ടീരിയ ഏതായാലും ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ അറിഞ്ഞ അറിവ് അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. പണ്ടുകാലത്തെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു ഇത്. എന്നാൽ കുറച്ച് വർഷമായി നമ്മുടെ ശരീരത്തിന് പ്രഷർ കൂടുമെന്ന് വിചാരിച്ച് പലരും ഉപ്പുമാങ്ങ ഉപേക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ഉപ്പുമാങ്ങയൊക്കെ മിതമായ അളവിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് മാങ്ങയൊന്നും കിട്ടാത്ത സമയങ്ങളിൽ ഉപ്പുമാങ്ങയിൽ നമുക്ക് വയറിന് ഗുണം ചെയ്യുന്ന ബാക്ടീരിയകൾ ഉണ്ടെന്ന്. അതുപോലെ വിനീഗറൊക്കെ ഒഴിച്ചാൽ പ്രോബയോട്ടിക് ബാക്ടീരിയയുടെ അളവ് കുറയും. അതുകൊണ്ട് ഇവിടെ ഞാൻ വിനീഗറൊന്നും ഒഴിച്ചിട്ടില്ല. ഏതായാലും നമ്മുടെ പൂർവികർ ഇതൊന്നും അറിയാതെ തന്നെ എത്ര ഉൾക്കാഴ്ചയോടെ ഈ കാര്യമൊക്കെ ചെയ്തു പോന്നു. വെറും വെള്ളവും ഉപ്പും മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ ഈ ഉപ്പുമാങ്ങ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.